ഹായ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ Nmmse പരീക്ഷയ്ക്ക് ഇനി 36 ദിവസമാണ് ബാക്കിയുള്ളത്. ഈ 36 ദിവസത്തിലെ ഓരോ ദിവസത്തെ കൗണ്ട് ഡൗൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 36ാമത്തെ ദിവസം ഇനി ബാക്കിയുണ്ട്. ഈ ദിവസത്തിൽ ടേൺ ടു ലേൺ നിങ്ങളോട് സംവദിക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ചാണ്. Nmmse പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സ്റ്റഡി പ്ലാൻ നിർബന്ധമാണ്. കാരണം ശരിയായ രീതിയിലുള്ള പഠനം നടത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു പഠനം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാമിന് ഒരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് സ്റ്റഡി പ്ലാൻ നമ്മൾ മുന്നോട്ട് വെച്ച് അതിനനുസരിച്ച് പഠിച്ചാൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള സിലബസ് ഏരിയാസ് നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ തന്നെ ടൈം ബൗണ്ടായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസത്തെ നമ്മുടെ റുട്ടീനുകൾ ഒക്കെ മാറ്റിവെച്ച് നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തു പഠിക്കണം, എങ്ങനെ പഠിക്കണം, എപ്പോൾ പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം എന്നുള്ള രീതിയിൽ 3 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചാൽ, അതിരാവിലെ എണീറ്റ് Nmmse പരീക്ഷ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിരാവിലെ എണീറ്റ് വിഷയങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത്. നിലവിൽ നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാകും. ഇനിയും അത്തരത്തിലുള്ള രീതി പിന്തുടരാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ദിവസം തന്നെ ഈ തരത്തിൽ അതിരാവിലെ എണീറ്റ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ആരംഭിക്കണം എന്നുള്ളതാണ്. ദെൻ നമുക്ക് നോക്കാം. ഒരു ദിവസം രാവിലെ നിങ്ങൾ ചെയ്യേണ്ട സാറ്റിലെ സയൻസ്, അതുപോലെ തന്നെ മാത്സ് പോലെയുള്ള കുറച്ച് ടഫായിട്ടുള്ള, പൊതുവേ വിദ്യാർത്ഥികൾ പറയുന്ന 2 സബ്ജക്റ്റുകളാണ് ടഫ് എന്ന് പറയുന്നത്. ചില വിദ്യാർത്ഥികൾക്ക് അത് വളരെ സിമ്പിളായിരിക്കും. ഇത്തരത്തിലുള്ള കുറച്ച് നമ്മുടെ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട, അതില്ലെങ്കിൽ ഫ്രഷായിട്ട് പഠിക്കേണ്ട, ഫ്രഷ് മൈൻഡിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ് മാത്സ്, അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റ്, ബേസിക് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ സബ്ജക്റ്റുകൾ ഇത് രാവിലെ പഠിച്ച് ഒഴിവുള്ള ദിവസങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് മെൻ്റൽ എബിലിറ്റിയുടെ മാറ്റിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വായിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകളാണ് സോഷ്യൽ സയൻസ് നിങ്ങൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി പഠിക്കുക. ഈ ഒരു ഷെഡ്യൂളിലായിരിക്കണം നിങ്ങൾക്ക്. ഈ ഷെഡ്യൂൾ അവലംബിച്ചാൽ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം യഥാവിധി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രാവിലെ സയൻസ്, മാത്സ്, ഇത് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഓരോന്ന് ഇന്ന് സയൻസ് പഠിച്ച നാളെ മാത്സ്, അല്ലെങ്കിൽ മാത്സിന് കുറച്ച് സമയം, സയൻസിന് കുറച്ച് സമയം, അങ്ങനെ ഉച്ച സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ മെൻ്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്യുക. വൈകുന്നേരങ്ങളിൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡിലെ സോഷ്യൽ സയൻസ് പഠിക്കുക, ഹിസ്റ്ററി പഠിക്കുക, ജോഗ്രഫി പഠിക്കുക, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സിവിക്സ്, അവർ ഗവൺമെൻറ് പോലത്തെ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ പഠിക്കുക. ഈ തരത്തിൽ ഒരു ദിവസം തന്നെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡിലെ മാത്സും ബേസിക് സയൻസും രാവിലെയും, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡിലെ സോഷ്യൽ സയൻസ് വൈകിട്ടും, ദെൻ ഉച്ചയ്ക്ക് മെൻ്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്ത് ഈ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ ഒഴിവുള്ള സമയങ്ങൾ. ഇനി നിങ്ങൾ സ്കൂളിൽ പോകുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിലോ, നിങ്ങൾ ഡെയിലി സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഈ ഒഴിവുള്ള ദിവസങ്ങൾ നമുക്ക് ഈ തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാം. രാവിലെ സാറ്റ്, ബേസിക് സയൻസ്, മാത്സ്, ഉച്ചയ്ക്ക് മെൻ്റൽ എബിലിറ്റി, ദെൻ രാത്രി സോഷ്യൽ സയൻസ്. സ്കൂളിൽ പോകുന്നത് ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ ബേസിക് സയൻസും മാത്തമാറ്റിക്സും പഠിക്കുക. ഉച്ചയ്ക്കൊക്കെ നമ്മൾ സ്കൂളിലായിരിക്കും. ദെൻ വൈകിട്ട് വന്ന ഉടനെ തന്നെ മെൻ്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്യുക. ഒരു 8 മണിക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡിലെ സാറ്റിലെ സോഷ്യൽ സയൻസ് പഠിക്കുക, വായിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു റുട്ടീനെ, ഈ ഒരു ചിട്ട, ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ പഠിച്ചു പോകുന്നതെങ്കിൽ കുറഞ്ഞ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ
കൗണ്ട് ഡൗൺ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ഏരിയാസ് നമ്മൾ പ്ലാൻ ചെയ്ത് പഠിച്ചാൽ കുറച്ച് ഏരിയാസേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിലായിരിക്കണം ഇനിയുള്ള ബാക്കിയുള്ള 36 ദിവസം നിങ്ങളുടെ പഠനം. 36ാമത്തെ ദിവസം നമ്മൾ പോയി പരീക്ഷ എഴുതാനുള്ളതാണ്. Nmms പരീക്ഷ നവംബർ 16-നാണ്. ഇനി 36 ദിവസം, ഇന്ന് കഴിഞ്ഞ് 35 ദിവസമാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ Nmmsമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9562654789 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻസിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടെൻറ്റുലേൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. Nmmsമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷത്തെ Nmms പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്ന ടെൻറ്റുലേൻ്റെ Nmms ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി കയറിയാൽ പുതിയ Nmmsമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ, ഇത്തരത്തിലുള്ള വീഡിയോസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, നോട്ട്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ, നാളത്തെ കൗണ്ട് ഡൗൺ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. മറ്റുള്ള Nmmsമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ടെൻറ്റുലേൻ Nmms എന്നുള്ള ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ മറ്റുള്ള നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റുള്ളവർക്കും കൂടി പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളും ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.